ആവട്ടെ. ഇത് ഇനി സൂപ്പർ ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും യൂട്യൂബിൽ ആക്റ്റീവായി തുടങ്ങണമെന്ന് ഇങ്ങനെ മനസ്സിലധികം ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ പ്യുവർ മടിയാണ് എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ മാറ്റി ഞാൻ വരും. കാരണം ഫുഡ് അടിക്കുന്നതിന് കാശ് വേണമല്ലോ. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ആകെ അറിയാവുന്ന പണി എന്നാണല്ലോ. വാഴയിലെ ഗബ്രി എന്താ ചെയ്തതെന്നറിയോ? ഗബ്രിയുടെ വീട്ടിലിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ ഇരിപ്പുണ്ട്. ഹായ് ജാസ്മിൻ, സുഖമാണ്. ലിപ്സ്റ്റിക് അടിപൊളി ചേച്ചി, താങ്ക് യു. ഞാൻ ഏതായിട്ടേക്കുന്നത് സെഫോറയുടെ ഒരു ലിപ്സ്റ്റിക്കും ഫേസ് സ്കാനറുടെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ എവിടെയാ? വീട്ടിലാണ്. എന്റെ നെയിം പറയുമോ? ഹായ് സൂചന സുമേഷോ. ഇതിലേക്ക് ചെന്നൊന്ന് മിണ്ടാത്ത അങ്ങോട്ട്. വലിയ ഷോ ആണല്ലോ, മിണ്ടങ്ങോട്ട്. എന്താ ചേച്ചി ചേച്ചിയുടെ ചേച്ചി ഹീറയോ? അതാരാ? ചേച്ചിക്ക് ഗബ്രീന് ഒക്കെ സമയം കൊണ്ട് അർജുനെ നോക്കി വൈറലായിക്കൂടായിരുന്നു. അശ്ശടാ, നല്ല ചുവപ്പര് ക്വസ്റ്റ്യൻ. മോനെ, ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു മാറ്റമില്ല. അന്ന് ഞാൻ എന്ത് പറഞ്ഞോ അതൊക്കെ തന്നെ. മീൻസ് പണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു അതൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എന്റെ ഭായിന്ന് നല്ലത് വരും. ബിഗ് ബോസിൽ പോയാലെന്നുള്ള പട്ടിച്ചോന്നും എനിക്ക് കാണത്തില്ല. ഞാൻ വല്ലതൊക്കെ പറയും. വൈറലാവാൻ ട്രിക്കും കൊണ്ടുവന്നേക്കണം. വരുന്ന പടിയടാ, പരീക്ഷയ്ക്കല്ലേ വരുന്നേ. ചേച്ചി വീട്ടിലുള്ളവർക്ക് സുഖമാണ്. പൊന്നുമോളെ, ഇനി ബിബിയിൽ പോലെ കാലാട്ടരുത്. കാലാട്ടുന്നത് എൻ്റെ ബോഡി ലാംഗ്വേജിലുള്ളതാണ്. എനിക്ക് ഒരു വിരിവിരിപ്പ് എനിക്കുണ്ട്. അത് നല്ല ശീലമാണെന്ന് ഞാൻ പറയുന്നില്ല. മോശശീലമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കുഞ്ഞിലെ തൊട്ടേ എനിക്ക് കാലാട്ടുന്ന ഒരു ശീലം ഉള്ളതാണ്. മാറ്റാൻ ഞാൻ മീൻസ് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന കാലാട്ടം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ എന്തെങ്കിലും എനിക്കൊരു ചെറുവിരലെങ്കിലും ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാറ്റാൻ ശ്രമിക്കാം. പിന്നെ അതൊരു മോശം എന്നുള്ളൊരു സാധനം എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ശരി, അതെല്ലാവരും നാളെ ട്രോള് വരും. എനിക്ക് വയ്യ. ഒരു ചായ എടുക്കാൻ തരും ഞാൻ. എല്ലാവർക്കും ഓരോ കപ്പ് വീതം തരും ഞാൻ. മൈൻഡാക്ക് ജാസ്. എന്തോ നോസ് ഇങ്ങനെ തുടയ്ക്കുന്നതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഞാൻ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച്, റെസ്മിന് മെസ്സേജ് അയച്ച് എനിക്ക് അലർജിയുടെ കുറേ സാധനങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു 5-6 വയസ്സ് ഉള്ള സമയം തൊട്ട് എനിക്ക് അലർജി ഇഷ്യൂ ഉണ്ട്. ഞാൻ കാണാത്ത ഡോക്ടറില്ല. എൻ്റെ മാക്സിമം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇത് പോകുന്നില്ല. ഇത് പോകണമെങ്കിൽ എന്നെ കൊണ്ട് ഈ അസുഖം പോകും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിതുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. എനിക്ക് അലർജി ഇഷ്യൂ ഉണ്ട്. ഞാനത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു. പക്ഷെ എനിക്കത് മാറുന്നില്ല. എനിക്ക് ഇവിടെ ചത വളർന്നു. ചതയണോ അതെന്തായാലും പറയുന്നത്. അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല. സോ എനിക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ അക്സെപ്റ്റ് ആണ്. എന്നിട്ട് ഇപ്പം കുറ്റം പറയുന്നവർക്കൊക്കെ കുറ്റം പറയാം. നോ പ്രോബ്ലം. താങ്കു. നന്ദി, നമസ്കാരം. ഹേ ശ്രീരേഖ ചേച്ചി, ഫസ്റ്റ് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ശ്രീരേഖ ചേച്ചി നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേര് പറയാം. ഹായ് മുഹസി, ഐ ലവ് യു താത്ത ബാബ സായി. തുമ്പി ബിബി ഹൗസിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ ആരെയാണ്? ബിബി ഹൗസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ സോയാ ഫ്രൈ ആണ്. ഞാൻ അവിടെ ഒരു സോയാ ഫ്രൈ ഉണ്ടാക്കുമായിരുന്നു. ചുമ്മാ കേട്ടോ. ബിബി ഹൗസിൽ എന്താ ഞാൻ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടാസ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ടാസ്ക് അല്ലെങ്കിൽ രാവിലെ എണ്ണിച്ചുടനെ മോർണിംഗ് ആക്ടിവിറ്റി നമുക്ക് സ്കൂളിൽ മറ്റേ അസംബ്ലി പോലെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നല്ലതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ കുറേ സാധനങ്ങൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആളുകളെ മിസ് ചെയ്യുന്നുണ്ട്. ആ വീടിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പൊന്നുവിന് വിളിക്കാൻ പറ്റത്തില്ല. കൊള്ളാമിന് എന്താ ചെയ്യേണ്ടത്? മെസ്സേജ് അയച്ചാലും മതി. മെസ്സേജ് അയച്ചാൽ മതി. ഒന്നെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഫേസസ് കാനഡയും സെഫോറയും. ഫേസസ് കാനഡയുടെ ഒരു റെഡും സെഫോറയുടെ ഹണിമൂണോ അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ്.
മനസ്സിലായില്ല. ജാസു മോളെ ഒരു ഹായ് തരുമോ? എനിക്കുണ്ട് അലർജി, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. സമീറ, ഹായ് സമീറത്ത. ഒന്ന് മൈൻഡ് ചെയ്ത, ഒന്ന് എൻ്റെ നെയിം പറയോ? ഹായ് അദൈന. ഡെയിലി വ്ളോഗൊക്കെ എവിടെ? ഡെയിലി വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങാം. മടിയായിട്ടാ. ശ്രീതുമായിട്ട് കോണ്ടാക്ട് ഇല്ലേ? ഞാൻ എല്ലാവരുമായിട്ടും മിണ്ടായികൊന്നുമില്ല, എല്ലാവരുമായിട്ടും മിണ്ടും. പിന്നെ ഞാൻ എല്ലാവരുമായിട്ടും ചക്കര പൊന്നു മുത്തായിട്ട് നിൽക്കുന്നില്ല. എല്ലാവരുമായിട്ടും ഞാൻ കമ്പനിയുണ്ട്, ആവശ്യത്തിന് വിളിക്കും, സംസാരിക്കും, അങ്ങനെ ഉണ്ട്. അതല്ലാതെ ഒരുപാട് കോണ്ടാക്ട് ആരുമായിട്ടില്ല. ഉണ്ട്, സോറി, 2 പീസുകളുണ്ട്, ഗബ്രി റസീന്. അതല്ലാതെ ആരുമായിട്ടും വലിയൊരു ടച്ചിൽ ഞാനില്ല. ഹായ് ബൈ ആ ഒരു ഇതിലാണ്. എന്ന് പറഞ്ഞാൽ ആരോട് സ്നേഹം ഇല്ലെന്നല്ല കേട്ടോ, എല്ലാവരോടും സ്നേഹമുണ്ട്. എനിക്ക് വിളിച്ച് അങ്ങനെ നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ലല്ലോ ഇപ്പം എല്ലാവരും പോകുന്നത്. എല്ലാവരും ഇപ്പം തിരക്കിലാണ്, എല്ലാവർക്കും ഇപ്പോൾ വർക്കുകളുണ്ട്. ഇപ്പം അർജുനാണെങ്കിൽ ഒരുപാട് വർക്കുകളുണ്ട്, ശ്രീധുവിന് ഒരുപാട് വർക്കുകളുണ്ട്, റസ്മിനും ഗബ്രി ഇപ്പം എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് വരുന്ന വർക്കുകൾ കൂടുതലും ഒരുമിച്ചാണ്. അപ്പം നമ്മുടെ ഒരുമിച്ചുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാവരും വർക്കായിട്ട് ഭയങ്കര ബിസി അല്ലേ. അപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. Today is my birthday, please wish me. Happy birthday to you, Riswana. Please reply. Hi, എൻ്റെ പേര് പറയാം. ഹായ് അവനിത. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഹായ് സ്നേഹിച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? എടി ചേച്ചി, ദീദി കഴിഞ്ഞതിന് ആരെയും കാണാറല്ലേ? എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഞാൻ നടക്കുവാണെങ്കിൽ ഞാൻ പറയാം. എല്ലാവരെയും കാണണമെന്നും മിണ്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും അവരവരുടെ കാര്യത്തിൽ തിരക്കിലാണ്. എല്ലാവരെയും ലൈഫ് സെറ്റിൽ ആവാനുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു സമയമുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായിട്ടൊരു റീച്ചും കാര്യങ്ങളും വർക്കുകളും ഒക്കെ ഒരുപാട് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പം എല്ലാവരും ബിസി ആയിരിക്കും. ജാസ്മിൻ സുഖമാണ്. ശ്രീരേഖി ഉമ്മയും ഉപ്പായൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അലീന ഹായ്. മൂവി ഉണ്ടോ? എല്ലാം ആവട്ടെ, എല്ലാം ഒന്ന് സെറ്റായ, എല്ലാം സെറ്റ് ആവുമ്പോൾ ഞാൻ പറയാം. അല്ലാതെ ചാടിക്കേറി ഇപ്പം എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിന്റെ കഥ ഞാൻ കേൾക്കുമോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും കൺഫേം ആയതിനു ശേഷം പറയുന്നില്ലേ നല്ലത്. എന്തെങ്കിലും കൺഫേം ആയതിനു ശേഷം ഞാൻ പറയാം. ജാസു സുഖമായിരിക്കുന്നു. അത്തമായി താഴെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നു. യൂട്യൂബിൽ ആക്റ്റീവ് ആകണം ചേച്ചി പ്ലീസ്. ഞാൻ യൂട്യൂബിൽ ഇപ്പം വീഡിയോ ഇട്ടല്ലേ, ഇന്നലെ ഷോർട്സ് ഇട്ട് ഞാൻ അല്ലാതെ വ്ളോഗ് ഇട്ട്. ഇപ്പം ഈ ആക്റ്റീവായി വരാം. പോയി കിടന്ന് ഉറങ്ങിടി. നിന്റെ തള്ള ആർക്കും കേൾക്കണ്ട. ബിഗ് ബോസ് വഴി നിന്റെ കുറെ തള്ളു കേട്ടതാ. കൊച്ചിറുക പോടാ, പോയി കിടന്നുറങ്ങടാ. എന്റെ ലൈവ് വന്നിരുന്നിട്ട് എന്നോട് പറയുന്നു എന്റെ തള്ള കേൾക്കണമെന്ന്. യു ഗോ മാൻ. എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കുന്നത്. നല്ല സുന്ദരിയാണ്, വെള്ള ഫിൽറ്ററാണ്. വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഉറപ്പായും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. ചാസു എന്തോ ജാസ്മിൻ വർക്ക് വരുന്നുണ്ട്. വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം സെലക്റ്റഡ് ആയിട്ട് മാത്രമേ വർക്ക് എടുത്ത് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടി ഒരു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ മടുത്ത്. ലക്ഷദ്വീപ് ഫാനാണ്. ഹായ്, താങ്ക് യു. ഇന്നലത്തെ സ്റ്റോറി കണ്ടു ചേച്ചി. അത്തമ്മക്ക് ഗോൾഡ് വാങ്ങിക്കൊടുക്കുന്ന ഷോർട്സവും. ചേച്ചിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. എനിക്കൊരു ഹായ് തരുമോ? ശ്രീബാല എന്നാണ് എൻ്റെ പേര്. ഹായ് ശ്രീബാല. ഹായ് ഹലോ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമോ? ഞാൻ പോട്ടെ എന്നോ? ഞാൻ മിണ്ടില്ല. 2 പ്രാവശ്യം മെസ്സേജ് വിട്ട് നോക്കിയിട്ട് ഞാൻ പോകുന്നു. ശരി, മാരേജ് എന്നോ? അറിയിക്കാം. നോക്കുന്നില്ല എന്റെ മൈൻഡില്. ഞാൻ എല്ലാരെയും നോക്കുന്നുണ്ട്. എനിക്ക് കുറെ ഹായ് മെസ്സേജ്. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.